സർക്കാരിന്റെ പത്രക്കുറിപ്പ് മാത്രമേ ഇതിന് ആധാരമുള്ളൂ. പകുതിയിലെ തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നായർക്കെതിരെ പരാതി നൽകിയ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശി ഡാനി മോൻ മാധ്യമങ്ങളെ കാണുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ കേസിന് ഒരു തീരുമാനം വേണം. കാരണം കേരളത്തിൽ 125 NGOs പിന്നെ ഒരുപാട് ആൾക്കാർ പൈസ വാങ്ങിയിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം വേണം. അപ്പോൾ ഇത് ഏത് പിന്നെ പ്രമുഖ വ്യക്തിയാണെങ്കിലും അവരതിൽ ഉൾപ്പെട്ടുകൊണ്ട് അവരതിന് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി തരണം. കാരണം അതാണ് നമ്മൾ ആവശ്യം. അല്ലാതെ നമുക്കിതിൽ ആരും വലിച്ചെടുക്കാനോ ആരും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. കാരണം ഞങ്ങൾ സാധാരണ ജനങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നമുക്ക് വേറൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇല്ല. ആൾക്കാരെ സഹായിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇതിലുള്ളൂ. നമുക്ക് 34 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇനി കിട്ടാനുണ്ട്. അത് പിന്നെ 16 സ്കൂട്ടറുകൾ, 45 ലാപ്ടോപ്പുകൾ, പിന്നെ 34 ഗൃഹോപകരണങ്ങൾ, ഒരു വാട്ടർ പ്യൂരിഫയർ, ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത്. 54 ലക്ഷം രൂപയുടെ സാധനങ്ങൾ, 96 പേർക്കുള്ളത്. ഏത് നമ്മൾ അതാത് സാധനത്തിന്റെ പിന്നെ പൈസ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഇല്ല. കാരണം നമ്മൾ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ഉള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ 34 ഗൃഹോപകരണം എന്ന് പറഞ്ഞതിൽ 11 അപേക്ഷിച്ചിട്ടുള്ളത് ഞങ്ങളെ KSSന്റെ മെമ്പർമാരാണ്. കാരണം ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ ഭാര്യമാരുടെ പേരിലും എല്ലാവരുടെ ഭാര്യമാരുടെ പേരിലും ഞങ്ങൾ ഒരിക്കലും ഇത് പൈസ നിക്ഷേപിക്കില്ല. കാരണം 34 ഗൃഹോപകരണം കൊടുക്കാനുള്ളതിൽ 11ഓളം ആൾക്കാർ ഞങ്ങളെ സംഘടനയിലെ പ്രവർത്തകരാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ആരും ഇതിലേക്ക് നിർബന്ധിച്ചിട്ടില്ല. എല്ലാവരും ഞങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇതിന് സാധനം വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് പിന്നെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് 100-100ഓളം അപേക്ഷ. പകുതിയിലെ തട്ടിപ്പിൽ രാമചന്ദ്രൻ നായർക്കെതിരെയാണ് പരാതി നൽകിയ പെരിന്തൽമണ്ണ സ്വദേശി ഡാനി മോനാണ് മാധ്യമങ്ങളെ കാണുന്നത്. തട്ടിപ്പിൽ ഇങ്ങനെ ഭാഗമായി പ്രത്യേകിച്ച് ഉന്നതരായ ആളുകളൊക്കെ ഇതിനകത്ത് പങ്കാളികളായിട്ടുണ്ട്. അതിൻ്റെ വിശ്വാസ്യതയിലാണ് അവർ പണം നൽകുകയും മറ്റു കാര്യങ്ങളിൽ ആളുകൾ സമീപിക്കുകയും ചെയ്തത് എന്നതൊക്കെയാണ് ഇപ്പോൾ ഡാനി മോൻ മാധ്യമങ്ങളോട് പറയുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.